ജോസഫ് എം എൽ നമുക്കൊപ്പം ചേരുന്നു. MLA, ഇവിടെ പ്രധാനമായും ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ തന്നെയാണ് പറയുന്നത് കേരള കോൺഗ്രസുകൾ ഒന്നിക്കണമെന്ന്. അതും അദ്ദേഹം പരസ്യ നിർദ്ദേശമാണ് നൽകിയത്. സാധാരണ നമുക്കറിയാം ബിഷപ്പുമാർ ഇങ്ങനെ രാഷ്ട്രീയം പറയാറില്ല, പക്ഷെ ഇവിടെ അദ്ദേഹം നോക്കൂ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കേരള കോൺഗ്രസുകൾ ഒന്നിക്കണം. നേരത്തെ തന്നെ ഫാദർ മാണി പുതിയിടം ഇത് പറഞ്ഞു വെക്കുകയുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്, കേരള കോൺഗ്രസുകൾ ഒന്നിക്കണമെന്ന് ഞങ്ങളോട് ന്യൂസ് 18 തന്നെയായിരുന്നു മാണി പുതിയിടം പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതാ ബിഷപ്പിന്റെ തോമസ് തറയിൽ ബിഷപ്പിന്റെ പ്രതികരണം കൂടി വന്നത്. എന്തിന്റെ സൂചനയാണിത്? അല്ല, ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ പിതാവ് ഇന്നലെ അങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് ശരിയാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിന്റെ ആത്മകഥ, അദ്ദേഹത്തിന്റെ ആത്മകഥ പ്രകാശനം ചെയ്യുന്ന ഒരു ചടങ്ങിലാണ് ഇന്നലെ ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തോമസ് തറയിൽ പിതാവ് സംസാരിച്ചത്. അപ്പോ അവിടെ കേരള കോൺഗ്രസിലെ ഇരു വിഭാഗങ്ങളിലും പെട്ട നേതാക്കൾ ആ വേദിയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും അത് കേട്ടു. പിതാവിന്റെ ഒരു ആഹ്വാനം എന്ന നിലയിൽ തീർച്ചയായിട്ടും കേരള കോൺഗ്രസുകളുടെ യോജിപ്പ് ഒരു നല്ല കാര്യമാണ് എന്നതിനകത്ത് കേരള PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്ക് ഒരു അക്കാര്യങ്ങളിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ കേരള കോൺഗ്രസിന്റെ യോജിപ്പിന് വേണ്ടി KM മാണി സാറും PJ ജോസഫ് സാറും ഒന്നിച്ചു പോകുന്നതിന് 2009 കാലഘട്ടത്തിൽ നിലപാടെടുത്തപ്പോൾ അതിനോടെല്ലാം വിട്ടുവീഴ്ചയും ചെയ്ത നേതാവാണ് ശ്രീ PJ ജോസഫ് സാർ. കാരണം പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനം അദ്ദേഹം വേണ്ട എന്ന് വെച്ചു. മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് പാർട്ടി യോജിപ്പിന് വേണ്ടി പുറത്തു വന്നു. അങ്ങനെ കേരള കോൺഗ്രസിന്റെ ഐക്യത്തിന് വേണ്ടി ത്യാഗപൂർണമായ നിലപാട് ആ കാലഘട്ടത്തിൽ എടുത്തിട്ടുണ്ട്, എല്ലാ കാലഘട്ടത്തിലും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു നിർദ്ദേശം മുന്നോട്ട് വന്നതിനെ കുറിച്ച് ഞങ്ങൾ അതിനെ നെഗറ്റീവായി കാണുന്നില്ല. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടാണ് എല്ലാ കാലത്തും PJ ജോസഫിനോടൊപ്പം നിൽക്കുന്ന വിഭാഗം. PJ ജോസഫും CF തോമസും രണ്ട് നേതാക്കളും ഒന്നിച്ച് ത്യാഗം സഹിച്ചവരാണ്. അപ്പൊ അതുകൊണ്ട് കേരള കോൺഗ്രസ് യോജിപ്പ് എന്ന ആശയത്തോട് തീർച്ചയായിട്ടും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എങ്കിലും ഈ കാലഘട്ടത്തിൽ അതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന ജോസ് കെ മാണി വിഭാഗമാണ്. അതാണ് അവിടെയാണ് എന്റെ സംശയം വരുന്നത്. ആ നിലപാട് അല്ലെങ്കിൽ ബിഷപ്പിന്റെ വാക്കുകളെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ അത് തള്ളാതിരിക്കാൻ സാധിക്കുമോ ജോസ് കെ മാണിക്ക്? അദ്ദേഹം അത് ഏത് തരത്തിൽ എടുക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, അത് അവരുടെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ അതേക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം എനിക്ക് പറയാൻ സ്വാതന്ത്ര്യമേ ഉള്ളൂ. അവരുടെ പാർട്ടിയുടെ അഭിപ്രായം അവർ ചർച്ച ചെയ്ത് പറയേണ്ട കാര്യമാണ്. തറയിൽ പിതാവ് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ജോസ് കെ മാണി വിഭാഗം അവരുടെ അഭിപ്രായം പറയട്ടെ. അവരുടെ അഭിപ്രായം പോസിറ്റീവ് ആണെങ്കിൽ പാർട്ടി, കേരള കോൺഗ്രസ് പാർട്ടി PJ ജോസഫ് സാറിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് ഞങ്ങൾ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ ഇതിന്റെ പിറകെ ഞങ്ങൾ ഇറങ്ങിത്തിരിക്കാൻ തയ്യാറല്ല. കാരണം ഞങ്ങൾ എന്ത് പറഞ്ഞ് ഇറങ്ങുന്നു? ഞങ്ങൾ UDF ഘടകകക്ഷിയായിട്ട് നിൽക്കുന്നു. കേരള കോൺഗ്രസ് പാർട്ടി ഉറച്ച രാഷ്ട്രീയ നിലപാട് അക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. അതിൽ യാതൊരു മാറ്റവും പാർട്ടിയെ സംബന്ധിച്ചില്ല. അപ്പൊ UDF വിട്ട് LDF പോയ ഒരു കക്ഷി എന്ന നിലയിൽ ജോസ് കെ മാണി വിഭാഗമാണ് അവരുടെ നിലപാട് പുനഃപരിശോധിക്കേണ്ടതും അല്ലെങ്കിൽ അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടതും. ഒരു അനുകൂല നിലപാടെടുത്താൽ ഇരു കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണോ? അല്ല, അങ്ങനെയൊക്കെ ഒരു അഭിപ്രായം പറയുന്നത് ശരിയില്ലല്ലോ. അതൊക്കെ പരസ്യ പ്രചരണ ചർച്ചകളിലൂടെ നമുക്ക് തീരുമാനിക്കാവുന്ന കാര്യങ്ങളല്ല. അവരുടെ നിലപാട് അവർ വ്യക്തമാക്കട്ടെ. അവരുടെ നിലപാട് വ്യക്തമാക്കുമ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കും. അതല്ലാതെ ഇപ്പോൾ ഇതേക്കുറിച്ച് പരസ്യ ചർച്ചയ്ക്ക് പോകുന്നത് ഒരിക്കലും രാഷ്ട്രീയമായി ആ കാര്യം നടക്കാനാണെങ്കിൽ പോലും നല്ലതല്ല. ഇനി എന്താ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അങ്ങനെ ഒരു പൊതു ചർച്ചയിലേക്ക് പോകുന്നതിനോട് യോജിപ്പില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയുന്ന സാഹചര്യം രാഷ്ട്രീയ രംഗത്ത് വന്നാൽ കേരള കോൺഗ്രസ് പാർട്ടി അല്ല, ഇവിടെ സാധാരണ ബിഷപ്പുമാർ ഇത്തരത്തിൽ അഭിപ്രായം പറയാറില്ല. പക്ഷെ ഇവിടെ വളരെ വ്യക്തമായി ബിഷപ്പ് രാഷ്ട്രീയം പറയുമ്പോൾ വിശ്വാസികളുടെ ഒരു നിലപാടുണ്ടോ? ബിഷപ്പ് ഒരു കാര്യം പറയുമ്പോൾ വിശ്വാസികൾക്ക് ഒരു നിലപാടുണ്ടാകും. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ജോസ് കെ മാണി വിഭാഗം സമ്മർദ്ദത്തിലാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അതൊക്കെ അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം ഇത് ഓരോ പാർട്ടിയുടെയും സ്വതന്ത്രമായ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമാണ്. പക്ഷേ പിതാവ് രാഷ്ട്രീയം പറഞ്ഞതല്ല, പിതാവ് പറഞ്ഞതൊരു വസ്തുതയാണ്. കേരള കോൺഗ്രസ് യോജിച്ചു നിന്ന് പോരാട്ടം നയിക്കുകയാണെങ്കിൽ കേരളത്തിലെ കർഷകർക്കും കേരളത്തിലെ ഇടത്തരക്കാർക്കും സാധാരണ മനുഷ്യർക്കും ഒരുപാട് നന്മ ചെയ്യാൻ പറ്റും. ഐക്യബലത്തിൽ കേരള കോൺഗ്രസ് ഇന്ന കാലഘട്ടങ്ങളിലെല്ലാം ശക്തമായ വകുപ്പ്, ധനകാര്യ വകുപ്പ്, KM മാണി സാറിന്റെ ധനകാര്യ വകുപ്പ് UDF തിരിച്ചു കിട്ടുന്നത് തന്നെ കേരള കോൺഗ്രസിന്റെ യോജിപ്പുണ്ടായപ്പോഴാണ്. അപ്പൊ അതിനു മുൻപ് മലിനജലത്തിൽ ഉരുട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്തകൾ അന്ന് വന്നൊരു കാലഘട്ടമുണ്ട്. അപ്പൊ അതിലേക്കെല്ലാം തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞു. അപ്പൊ കേരള കോൺഗ്രസിന്റെ യോജിപ്പിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. പിതാവ് പറഞ്ഞത് കേരള കോൺഗ്രസിന്റെ നേതാക്കൾ നിങ്ങളിങ്ങനെ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ ചിതറിപ്പോകുന്നൊരു വിശ്വാസ സമൂഹമുണ്ട്. അതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. ചിതറിപ്പോകുന്നൊരു വിശ്വാസ സമൂഹമുണ്ട്. ആ വിശ്വാസ സമൂഹം ചിതറിപ്പോകുന്നത് നിരാശാജനകമാണ്. ആ വിശ്വാസ സമൂഹം
കേരളത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കരുത്തോടെ നിൽക്കാൻ കഴിയുന്ന ഒരു ജനശക്തിയാണ്. ആ ജനശക്തിയെ ഒന്നിപ്പിച്ചു നിർത്താൻ നിങ്ങൾ നേതാക്കൾ ഐക്യപ്പെട്ടാൽ എത്ര നല്ല കാര്യമാണ് എന്നാണ് പിതാവ് പറഞ്ഞത്. പിതാവിന്റെ നിർദ്ദേശം വളരെ നല്ലതാണ്, ഒരു സംശയവുമില്ല. പിതാവ് വളരെയേറെ ദീർഘവീക്ഷണമുള്ള ഒരു സഭാതലവനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രസക്തമാണ്. ഞങ്ങൾ അതിന് വില കൽപ്പിക്കുന്നു. അതേക്കുറിച്ച് ചർച്ച ചെയ്ത് അഭിപ്രായം പറയുന്നതിന് ആദ്യം രംഗത്ത് വരേണ്ടത് ജോസ് കെ മാണി വിഭാഗമാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീ മോൻസ് ജോസഫ് MLA ഞങ്ങളോട് പ്രതികരിച്ചതിന്.